സ്വന്തം ആസ്വാദനത്തിന് വേണ്ടി മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മോക്ഷത്തെ എല്ലാം ത്യജിക്കണം. എന്തൊക്കെയാണ്? സായുജ്യം, ഭഗവാന്റെ ലോകത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്, ഭഗവാനെ പോലെ ഒരു രൂപം ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ആഗ്രഹം പോലും ഹൃദയത്തിൽ വെക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കുക അതെന്താ ചൈതന്യ മഹാപ്രഭു അങ്ങനെ പറയുന്നത്? പിന്നെ നമുക്ക് ഗോലോകത്ത് പോകാൻ ആഗ്രഹം വേണ്ടേ? പിന്നെ മഹാപ്രഭു പറയുന്നത് ഗോലോകത്ത് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുന്നില്ലെങ്കിൽ സേവനത്തിനായിരിക്കണം ആഗ്രഹം വേണ്ട, ഗോലോകത്ത് പോകാനല്ലെന്ന്. ഭഗവാന്റെ സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗോലോകത്ത് പോകും. അല്ലാതെ ഭഗവാന്റെ ലോകത്ത് പോകാൻ മാത്രം ആഗ്രഹമുണ്ട്, സേവനം ചെയ്യുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഭക്തിക്ക് തടസ്സമാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ഗോലോകത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഗോലോകത്ത് എത്തിയാൽ മതി, ആ ഒരു ചിന്താഗതി. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭഗവാന്റെ സേവനം ചെയ്യുന്നു, ആ സേവനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഗോലോകത്ത് എത്താൻ കഴിയുന്നത്. കാരണം അവിടെ ചെന്നാലും സേവനമാണ് ചെയ്യേണ്ടത്.